എന്റെ ദൈവം എന്താ നീ കാണിച്ചത്? ഇപ്പൊ വിവരമാണ് തന്നെ. നല്ല വണ്ടി ആയതുകൊണ്ട് പിടുത്തം കിട്ടി. കണ്ണ് കണ്ടു. ഞാൻ ചാടിയൊന്നുമല്ല, ഈ ചണ്ടാളന്മാരെല്ലാം കൂടെ എന്നെ പിടിച്ച് തള്ളിയാണ്. സാർ മുതലാളിയെ കാണാൻ വന്നാണ് ആണെങ്കിൽ ഞാൻ കൂടെ കയറിക്കോട്ടെ? എന്തിന് സാർ? കഴിഞ്ഞ 4 ദിവസമായിട്ട് ഞാൻ മുതലാളിയെ കാണാൻ വന്നിരിക്കുകയാണ്. കടിക്കുന്ന പട്ടിക്കാണെങ്കിൽ കൂടെ എന്റെ കാര്യം പറഞ്ഞാൽ മനസ്സിലാവും. ഇവന്മാര് എനിക്ക് മുതലാളിയെ കണ്ടേ പറ്റൂ. കണ്ടാ മതിയോ? ഓ എന്നാ കണ്ടോ. മുതലാളി കാർ എടുക്കണോ? മുതലാളി ഞാൻ കഴിഞ്ഞ 4 മുതലാളി കാര്യം പറഞ്ഞിട്ട് ഞാൻ പോകണം. എല്ലാം പറഞ്ഞു ഞാൻ കണ്ടില്ലല്ലോ. കേൾക്കാത്ത നിങ്ങൾ പൊട്ടലായതുകൊണ്ട് ഷർട്ട് ചെയ്തോടെ മാത്രം ആരാണോ അത്? വരാമ. എനിക്ക് അപ്പോഴേ അറിയായിരുന്നു എന്നെ ഒന്ന് കണ്ടാ മുതലാളി വരാൻ പറയുമെന്ന്. അതിന് ഉമ്മരെ ഒന്ന് സമ്മതിച്ചിട്ട് വേണ്ടേ? 4 ദിവസമായി മുതലാളി ഈ കാലമാടന്മാരായിട്ട് ഒന്നും തള്ളും തുടങ്ങിയിട്ട്. താനേതാ? എന്നെ മനസ്സിലായില്ലേ? വയലിൻ ഗോപാലകൃഷ്ണന്റെ മകൻ വേണു, കമ്പനിയിലെ പാക്കിംഗ് സെക്ഷനിലെ വേണുഗോപാൽജി. മുതലാളിയല്ലേ എനിക്ക് ജോലി എന്ന്. മുതലാളി വരുമ്പോഴൊക്കെ ഞാൻ തൊഴും. മുതലാളി എന്നെ തിരിച്ചും തൊഴാറുണ്ട്. മറന്നുപോയാ? തനിക്ക് എന്താ വേണ്ടത്? മുതലാളി 4 ദിവസമായിട്ട് ഞാൻ സസ്പെൻഷനിലാണ്. ഫാക്ടറിക്കാരനൊക്കെ ഫാക്ടറിയിൽ അതൊക്കെ ഫോർമാനും GM-ആയിട്ട് സംസാരിച്ച് തീർക്കും. ഫോർമാനുമായിട്ട് സംസാരിച്ച് തീർത്തപ്പോഴാണ് ഞാൻ സസ്പെൻഷനിലായത്. അതെ, ഈ വയലിൻ എന്തിനാ തോളിട്ടു നടക്കുന്നേ? വായിക്കൂ. ഇല്ല, ചുമ്മാ ഒരു ജാടക്ക് ഇങ്ങനെ തൂക്കിയിട്ടോ നടക്കണം. എന്റെ മോളെ വയലിൻ വായിച്ചാണ് ഞാൻ ഈ ഗതിയായത്. വിശ്രമവേളകൾ ആനന്ദകരമാക്കുക എന്ന് മുതലാളി തന്നെ അവിടെ മുക്കിനും മൂലയ്ക്ക് എഴുതി വെച്ചിട്ടുണ്ടല്ലോ. അന്ന് സ്റ്റാഫ് മീറ്റിംഗ് മുതലാളി പ്രസംഗിക്കുകയും ചെയ്തു. നല്ല ബെസ്റ്റ് പ്രസംഗമായിരുന്നു. അങ്ങനെ എന്റെ വിശ്രമവേളകൾ വയലിൻ വായിച്ച് ആനന്ദകരമാക്കിയപ്പോ ഞാൻ സസ്പെൻഷനിലുമായി. എന്റെ വയലിന്റെ കമ്പികളൊക്കെ പൊട്ടിച്ചളഞ്ഞു മുതലാളി. ഈ വയലിൻ എന്ന് പറയുന്നത് ഞാനാണ്. എന്റെ അച്ഛൻ വയലിൻ ഗോപാലകൃഷ്ണനാണ്. എന്റെ മുത്തച്ഛൻ കേദാരം കുട്ടപ്പൻ നായരാണ്. അങ്ങനെ പോയാൽ സാക്ഷാൽ മുത്തുസ്വാമി ദീക്ഷിതർ വരെ ഈ വയലിലാണ്. അങ്ങനെയുള്ള ഈ വയലിലാണ് ആ ക്ലാപ്പൻ ഫോർമാൻ എടുത്ത് കൈകാര്യം ചെയ്തത്. എന്ത് ഫോർമാൻ? ഫോർമാൻ എടുത്ത് കൈകാര്യം ചെയ്തു പറയായിരുന്നു. എന്തിന്? അവനെ കൃമിയുടെ അസുഖം കൊടുത്തടി, നല്ല സ്റ്റൈലനടി. അതിനെ എന്നെ സസ്പെൻഡ് ചെയ്ത്. എല്ലാ സത്യങ്ങളും സത്യമായിട്ട് തന്നെ ഞാൻ ഇതിൽ എഴുതിയിട്ടുണ്ട്. മുതലാളി ഇത് വായിച്ചിട്ട് ഇപ്പൊ തന്നെ അവന്റെ പേര് നടപടി എടുക്കണം. ഇപ്പൊ തന്നെ വേണോ? ഇപ്പൊ എടുത്താലും എനിക്ക് കുഴപ്പമൊന്നുമില്ല. ആഹാ, താൻ പോയിട്ട് 2 ദിവസം കഴിഞ്ഞ് വരണം. വാ സാർ, ഈ വയലിനൊന്ന് വായിച്ചേ. എന്തോന്നെടുത്തിട്ട് വായിക്കാൻ? ഇത്രയും പറഞ്ഞിട്ടൊന്നും മനസ്സിലായില്ലേ? കമ്പിയില്ലാതെ ഇതിലിട്ട് ഒരച്ച ശബ്ദം വരൂല. ഓ, കമ്പിയും വാങ്ങിച്ചിട്ടുണ്ട് വന്ന്. മോള് പറയുന്ന പോലെ ഒക്കെ ഞാൻ വായിച്ചുതരാം. ഡാഡിയോട് എനിക്ക് വേണ്ടി സ്ട്രോങ് ആയിട്ട് റെക്കമെൻഡ് ചെയ്യൂ. ഞാൻ പോട്ടെ. കമ്പി മാറ്റിയിട്ട് നാളെ വരാം. ഇത് ഡാഡിയുടെ കൊടുക്കണേ. ദേ, ഈ പാച്ചുവിനടുത്തും ഗോവാലിനടുത്തും എന്നെ ഒന്ന് കയറ്റി വിടാൻ പറയണം. ഞാൻ കേട്ടില്ല. നാളെ ഞാൻ വരുമ്പോ എന്നെ വിട്ടിട്ട് ഒതുക്കാൻ ശ്രമിക്കരുത്. വലിയ സൈസ് ഉണ്ടെന്നൊന്നും ഞാൻ വിചാരിക്കും. ഈ സ്പെഷ്യൽ ദോശ ആർക്കാ മുത്തശ്ശി? ഇത് വേണുവിന്റെ പതിവ് ദോശയാ. ആഹാ, ഞാൻ വിചാരിച്ച് വിൽക്കാനായിരിക്കും. പോടാ. കേട്ടോ ഉണ്ണി, 8-ാം വയസ്സിൽ കീർത്തനം വായിക്കുമായിരുന്നു ഗോപാലകൃഷ്ണൻ. പിന്നെ 12-ാം വയസ്സിലാ ആദ്യത്തെ സഭാ കച്ചേരി. നല്ല എരി അല്ലേ? പഞ്ചാര ഉണ്ടോ മീനു? പഞ്ചാരക്കൊക്കെ ഇപ്പൊ വില കൂടുതലാ. ശരിയാ, കിലോക്ക് 15 രൂപ കൊടുത്താ ഞാൻ ജോലി ചെയ്യുന്ന ഹോട്ടലിൽ മേടിക്കുന്നത്. നീ ജോലി ചെയ്യുന്ന ഹോട്ടലിൽ വേണുവിനും കൂടെ ഒരു ജോലി വാങ്ങിച്ചു കൊടുക്കുന്നേ. എന്റെ ജോലി തന്നെ ആടി ആടി നിൽക്കുക വേണുവിന്റെ അമ്മ. പിന്നെയാ അതെ വന്നല്ലോ ദീർഘായുസ്. മുതലാളിയെ കണ്ടോടാ? കണ്ടോന്നോ? എന്നെ കണ്ട ഉടനെ കൈ പിടിച്ച് കുലുക്കിട്ടുള്ള ചോദ്യമാണ്. എത്ര നാളാണ് കണ്ടിട്ടത്? ജോലിയുടെ കാര്യം എന്താ പറഞ്ഞു? ജോലിയുടെ കാര്യോ? കേട്ടോ ഉണ്ണി, അകത്ത് വിളിച്ചിരുത്തിയുള്ള ജിലേബി അലുവ ലഡു ഒക്കെ തീറ്റിക്കുമ്പോഴാണോ ജോലിയുടെ കാര്യം? അതൊക്കെ ഞാൻ എഴുതി കൊടുത്തിട്ടുണ്ട്. ഓർഡർ ഇട്ട് ഇങ്ങോട്ട് അയക്കും. സഹോദരിമാരെ, നിങ്ങളുടെ ചിരിയുടെ അർത്ഥം എനിക്ക് മനസ്സിലായി. ജോലിയും പ്രൊമോഷനൊക്കെ കിട്ടിക്കോട്ടെ. ഓരോ കേസ് കെട്ടുകളായിട്ട് ഒതുക്കി മാറ്റിത്തരാം. എത്ര ദോശ തിന്നടേ നീ? ഞാനിപ്പോ ഇങ്ങോട്ട് വന്നിരുന്നേ ഉള്ളൂ. എനിക്കൊന്നുമില്ലേ? മുതലാളിയുടെ ലഡു അലുവയും ബോളിയൊക്കെ ചെലുത്തിയതല്ലേ, ഇനി നീ ചെലുത്തണ്ട. നീ ഇന്ന് എന്നെ കാക്കൈ ചെറുകനില്ലേ വായിച്ചു കേൾപ്പിക്കണം. ഇന്നോ? അയ്യോ, കമ്പിയൊക്കെ പൊട്ടിക്കിടക്കാണ് മുത്തശ്ശി, എന്റെയും വയലിന്റെ. എനിക്ക് ആകപ്പാടുള്ള ഒരു ഫാനാണ് മിസ്സസ് കേദാരം കുട്ടപ്പൻ നായർ. അറിയാം, ദോശക്കല്ല് കണ്ടുപിടിച്ച അമ്മൂമ്മയല്ലേ? പെൺകുട്ടി നിന്നെ ഇവിടെ കണ്ടുപോലെന്ന് പറയട്ടില്ലേ? പഞ്ചാംഗത്തെ പാകാതെ. മിസ്റ്റർ കുട്ടി, എങ്ങനെയുണ്ട് ഞാൻ വരച്ച? അയ്യേ, ഒരു വൃത്തിയായിട്ട ശബ്ദം. നിനക്ക് നിൽക്കേണ്ട അസുഖമുണ്ടോ? എടാ, കാലത്ത് പല്ല് തേക്കാൻ പേസ്റ്റ് എടുത്ത് വെച്ച് നിൽക്കുന്ന പോലെ
പെയിന്റിന്റെ ട്യൂബ് എടുത്ത് വെച്ച് ഞെക്കി കൊത്തമ്മേശയുടെ കത്തിയിൽ തേച്ച് അമുക്കി അമുക്കി പിടിപ്പിച്ചിട്ട് ഡിക്ഷണറി നോക്കി വായിക്കൊള്ളാത്തൊരു പേരിടും ഡിങ്കോളിഫിക്കേഷൻ സിംഗ്രണി. ഇതിന്റെ താഴെ ഒന്നും എഴുതി വെക്കണ്ട, ഇത് കണ്ടറിയാൻ ചെമ്പരത്തിപ്പൂവാണെന്ന്. ഇന്ന് വരെ ചെമ്പരത്തിപ്പൂ കണ്ടിട്ടുള്ള സായിപ്പ് മദാമ്മ വരെ പറയും, ഓ ചെമ്പരത്തിപ്പൂ, ഓ ചെമ്പരത്തിപ്പൂ. ഓ ചെമ്പരത്തിപ്പൂവല്ല, ഒരേ ചെമ്പരത്തിപ്പൂ. വർഷങ്ങൾ എത്രയായി നീ ഇതേ ചെമ്പരത്തിപ്പൂവിൽ തൂങ്ങിക്കിടക്കുന്നു. അതേസമയം ഞാനോ അങ്ങ് വളർന്നു വലുതായി ആകാശം മുട്ടി. നിന്റെ ഒരു ഊശാൻ താടി, നാറുന്ന ജുബേ, കൂറ സഞ്ചിയും അസൂയ കൊണ്ട് പറയാണെന്ന് വിചാരിക്കരുത്. അസൽ പിച്ചക്കാരന്റെ ലുക്കുണ്ട്. എന്റെ ഫൈനാണ്, എനിക്ക് പോണം, തീവണ്ടിക്ക് സമയമായി. എടാ ഉസലം പറ്റി കുറച്ചും കൂടി ഇരിയടാ കുട്ടി, ഇത് പെയിന്റ് അടിച്ച് ഇപ്പ വരാം. എടാ പെയിന്ററെ കുറച്ച് പെയിന്റ് എടുത്തും കൊണ്ട് വാ. ആരാടാ നിന്റെ പെയിന്റർ? പാരട്ടാക്രി. എന്താ സ്മൈലി ഈ ചുള്ളിക്കമ്പമായിട്ട്? ചുള്ളിക്കൊമ്പോ? ഇതാണ് സോൾ ഓഫ് കേരള. ഇത് കാപ്പിയുടെ വേറല്ലേ? അതെ, കാപ്പി കേരളത്തിന്റെ സോളല്ലേ കൂട്ടാ. ഇത് സോൾ ഓഫ് കേരള. സോൾ ഓഫ് ഇന്ത്യക്ക് ഇപ്പൊ തീരെ വിലയില്ല. ഇത് പെയിന്റിൽ മുക്കിയെടുത്ത സായിപ്പന്മാരും മദാമ്മമാരും ഇത് വാങ്ങിയിട്ട് അമേരിക്കയിലും ലണ്ടനിലും ആഫ്രിക്കയിലുള്ള അവരുടെ വീടുകളിൽ കൊണ്ടേ വെക്കും. കളിപ്പിക്കുമ്പോ ഒരു പുതുമ വേണ്ടേ? അല്ല, നിന്റെ സസ്പെൻഷൻ പിൻവലിച്ചോ? വേണു, നീ ഒരു കലാകാരനാ, വലിച്ചെറിയൂ നിന്റെ ജോലി. കലാകാരന്മാർ കൂലിപ്പണിക്കാരാവരുത്. കാടൻ മുതലാളിമാർക്ക് അവന്റെ വില അറിയില്ല. അവന്റെ ലോകം അവൻ കണ്ടെത്തണം. അവിടെ സസ്പെൻഷൻ ഇല്ല, ഡിസ്മിസൽ ഇല്ല. സ്വന്തമായിട്ട് വേരുകളില്ലാത്ത ഇവൻ എന്തും പറയും. എന്റെ പൊന്നുകുട്ട, ജോലി കളയരുത്. ആരുടെ കാല് പിടിച്ചെങ്കിലും നീ തിരിച്ചു കയറണം. ഞാൻ സരോയെ കല്യാണം കഴിക്കണമെന്നാണോ അമ്മ പറയുന്നത്? മോനെ, നിനക്ക് അതിനുള്ള മനസ്സുണ്ടാവുന്ന കരുതിയ ഞാനിത് പറഞ്ഞത്. നമ്മുടെ കുട്ടിയല്ലേ അവള്, നിന്റെ മുറപ്പെണ്ണല്ലേ. 5 കൊല്ലമെങ്കിൽ 5 കൊല്ലം അവള് സന്തോഷമായിട്ടിരിക്കണം. അത് കണ്ട് ചേട്ടനും ചേച്ചിക്കും അല്പം സമാധാനം കിട്ടണം. നമ്മുടെ കടമയാണെന്ന് എനിക്ക് തോന്നി. അമ്മേ, ഈ കടമ കടപ്പാടെന്നൊക്കെ പറയുന്നത് അവനവന്റെ ദേഹത്ത് തട്ടാതെ വല്ലവന്റെയും തലയ്ക്ക് വെച്ച് ഒഴിയാനുള്ള വാക്കുകളാ. മോനെ, അറിഞ്ഞുകൊണ്ട് ആരും ഇങ്ങനൊരു ബന്ധത്തിന് തയ്യാറാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മോനെ, നോ, ഐ കനോട്ട് സാക്രിഫൈസ് മൈ ലൈഫ് ഫോർ ഇഡിയോട്ടിക് സെന്റിമെന്റ്സ്. കടമയുടെയും കടപ്പാടിന്റെയും പേര് പറഞ്ഞ് എന്റെ ജീവിതം ഇല്ലാതാക്കാൻ എന്നെ കിട്ടില്ല. സോറി. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. മോളെ, ഓ എന്തിനാ? അച്ഛനെ കാണാനാന്നോ? എന്നെ മനസ്സിലായില്ലേ? ഇന്നലെ വന്നിരുന്നു, ഇന്ന് വരാൻ പറഞ്ഞിരുന്നു. വയലിൻ വയലിൻ. വയലിൻ വയലിൻ. അത്രയുള്ള അകത്തോട്ട് വരാ. അകത്തോട്ട് വരട്ടെ എന്ന്. സൂക്ഷിച്ച് വരണം. ഓ വാച്ചറേ, വാതിലുറക്ക്. വാച്ചറ തുറക്ക് ജി. ഞാൻ വാച്ചറല്ല. അല്ലേലും തുറക്കാതല്ല. തുറക്കുകയാണ്. ഇതെന്തിനാ എപ്പോഴും ഇങ്ങനെ അടച്ചിട്ടിരിക്കുന്ന വാച്ചറേ? ഞാൻ വാച്ചറല്ലെന്ന് പറഞ്ഞു. ആ കള്ളം പറഞ്ഞ ശല്യം അല്ലേ വാച്ചറേ? കാലത്ത് ചെടി നിരീക്ഷണമായിരിക്കും. മോൾക്ക് എല്ലാ ചെടികളോടും വലിയ സ്നേഹമാണല്ലേ? ഏത് സൈസ് ചെടികളോടാണ് കൂടുതൽ സ്നേഹം? ഓ, എല്ലാ സൈസ് ചെടികളെ പറ്റി അറിയാം. അറിയാമോന്നോ? എന്നാലേ ഇതേത് വെറൈറ്റിയാ? ഇതോ, ഇത് സരോഷ്യ ഫാമിലി. സരോക്ഷയോ? ഇതൊരു പ്രത്യേകതരം വെറൈറ്റി ആണ്. ഇവിടെ മാത്രം കാണുന്ന ഒരു പ്രത്യേകതരം വെറൈറ്റി സരോഷ്യ. സരോജ് വില്ലയിലെ മോൾഡ് ഷ്യ എന്ന് പറഞ്ഞ കൃഷ്യ സരോഷ്യ. എന്റെ മോളെ, ഈ ചെടിയും പൂവൊക്കെ ഈ വീട്ടിൽ നിൽക്കുന്നതുകൊണ്ട് കണ്ടാ കൊള്ളാം. നമ്മുടെയൊക്കെ വീട്ടിലാണെങ്കിൽ ആളുകൾ പറയും കാട് പിടിച്ച് കിടക്കുന്നു. അയ്യോ, ബെസ്റ്റ് ചിരി. സത്യം പറഞ്ഞ പൂക്കളേക്കാൾ ഭംഗിയാ മോളുടെ ചിരിക്ക്. നല്ല ഉടുപ്പും. ഈ ഇത്തരം ഉടുപ്പുകളാണോ മോക്ക് ഇഷ്ടം? ഇതിനെന്ത് വില വരും? ഒരു 499 രൂപ 95 പൈസ 2 പൈസ എക്സ്ട്രാ. അയ്യോ, കുറഞ്ഞ വിലക്ക് ഇതുപോലെ 2 എണ്ണം വാങ്ങിക്കണം. സെക്കൻഡ് ഹാൻഡ് ആയാലും മതി. എന്തിനാ ഇട്ടോണ്ട് നടക്കാനാ? അയ്യേ, എനിക്കല്ല. എന്റെ വീട്ടിൽ ഇതേ സൈസിൽ 2 എണ്ണം ഉണ്ട്. മീനാക്ഷി, ശ്രീകുമാരി കുറെ നാളായിട്ട് എന്റെ അടുത്ത് പറയുന്നു വാങ്ങിച്ചു കൊടുക്കണം. പിന്നെ ഒരു കാര്യമുണ്ട് മോളെ, മോളെ പോലെ കാശുള്ളവരുടെ ദേഹത്ത് ഇതൊക്കെ കിടന്നാൽ കാണാൻ കൊള്ളാം. സസ്പെൻഷൻ നടക്കുന്ന ഈ വയലിൻ വേണുഗോപാലിന്റെ പെങ്ങന്മാരുടെ ദേഹത്ത് കിടന്നാൽ ചേരൂല. എന്റെ കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനം അകത്തെടുത്തോ ഡാഡി? നടപടി ഉടനെ ഉണ്ടാവും. വയലിൻ നന്നാക്കിയോ? പിന്നെ അതല്ലേ കാലത്തെ വന്ന്. ഇന്നലെ തന്നെ ഉണ്ണിയുടെ കൊടുത്തയച്ച് നന്നാക്കിച്ചു. അവൻ തന്നെ കാശും കൊടുത്തു, കമ്പിയും മാറ്റിയിട്ടു. എന്റെ എവിടുന്ന കാശ്? എങ്കിൽ വിശ്രമവേളകൾ ആനന്ദകരമാക്കാൻ ഒന്ന് വായിച്ചൂടെ? പിന്നെന്താ, ലളിത വേണോ ശാസ്ത്രീയ വേണോ? അല്ല, ലളിതമായിട്ട് പിടിക്കണോ ശാസ്ത്രീയമായിട്ട് പിടിക്കണോ? ലളിത ശാസ്ത്രീയൊന്നും വേണ്ട. പൂക്കൾക്ക് ഇഷ്ടമുള്ള പാട്ട്, അതാ എനിക്കിഷ്ടം. പൂക്കൾക്ക് ഇഷ്ടമുള്ള പാട്ട്?
അതാണ് മോക്ക് ഇഷ്ടം. പൂക്കൾ ഉണരണം അല്ലേ? ഉണരണം. ഉണരൂ, ഉണർന്നു പോകും.